പ്ലീഡർ നിയമന വിവാദം എല്ലാം വിവാദങ്ങളാണ്. പ്ലീഡർ നിയമന വിവാദം ഏതർത്ഥത്തിൽ നമ്മൾ വിലയിരുത്തണം എന്നൊരു ചോദ്യം. ഏത് പുതിയ ഗവൺമെന്റ് വന്നാലും, പാർട്ടി മാറി ഗവൺമെന്റ്, ചിലപ്പോൾ പഴയ ഗവൺമെന്റിന്റെ അതേ പാർട്ടി തന്നെ വന്നാൽ പോലും ഗവൺമെന്റ് പ്ലീഡർമാർ AG മുതൽ DGP അടക്കമുള്ള ആളുകളുടെ നിയമനത്തിൽ മാറ്റമുണ്ടാവും. അത് രാഷ്ട്രീയ തീരുമാനമാണ്. ഏത് പാർട്ടിയും ഭരണത്തിൽ വരുന്നു അവർക്കാണ്. മറ്റൊന്ന്, ഈ പ്ലീഡർമാർ ഗവൺമെന്റിന്റെ ഭാഗം കോടതിയിൽ വാദിക്കേണ്ടവരാണ്. അപ്പൊ ഗവൺമെന്റിന്റെ രാഷ്ട്രീയം അതിലുണ്ടാവും, ഗവൺമെന്റിന്റെ നയം അതിലുണ്ടാവും. ആ നയം മനസ്സിലാക്കുന്നവർ അതിനനുസരിച്ച് വാദിക്കുന്നവരെ ഗവൺമെന്റ് പ്ലീഡറായിട്ട് വരാൻ പറ്റും. പ്ലീഡർ നിയമനത്തിലുണ്ടായ ആദ്യത്തെ വിവാദം നമുക്കറിയാം. ദേവസ്വം പ്ലീഡറായി പ്രദീപിനെ നിയമിക്കുന്നു, അഡ്വക്കേറ്റ് പ്രദീപിനെ നിയമിക്കുന്നു. ആ നിയമനത്തിൽ തെറ്റുണ്ട് എന്ന് അന്ന് തന്നെ പറഞ്ഞ ഒരാളാണ് ഞാൻ. അതിന് കാരണം എന്താ? അതിന് കാരണം ഇപ്പൊ നിലവിലുള്ളൊരു കേസിൽ, ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുടെ കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വക്കീലാണ് പ്രദീപ്. ഇനിയിപ്പോ അദ്ദേഹം ഗവൺമെന്റ് പ്ലീഡറായി, ദേവസ്വം പ്ലീഡറായി വന്നാൽ അദ്ദേഹം നേരെ തിരിഞ്ഞ് അവർക്കെതിരായി വാദിക്കേണ്ട ഒരാളായിട്ട് വരും. വക്കീലന്മാർക്ക് അതിന് കുഴപ്പമില്ല, പാർട്ടി മാറാം. പക്ഷേ നിലവിലുള്ളൊരു കേസാവുമ്പോൾ അതിലൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു കക്ഷിക്ക് വേണ്ടി വാദം തുടങ്ങി കുറെ കഴിയുമ്പോൾ വേറൊരു കക്ഷിയിലേക്ക് മാറുക എന്നുള്ളത് സാക്ഷി കൂറുമാറുന്ന പോലെയല്ല വക്കീൽ കൂറുമാറുന്നത്. അതിലൊരു സാങ്കേതികവും ധാർമ്മികവും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രദീപിന്റെ നിയമനത്തിനെതിരെ വിമർശനം വന്നു, അത് റദ്ദാക്കപ്പെട്ടു. അത് നല്ല കാര്യം. പിന്നീട് വന്ന പ്ലീഡർ നിയമനങ്ങൾ, മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞ കാര്യം നമുക്ക് എടുക്കാം. ഒരു കാര്യം, ശേഷിയുള്ളവരെയാണ് ഞങ്ങൾ പ്ലീഡറായിട്ട് വെച്ചിട്ടുള്ളത്. അതാണോ എന്നുള്ളതൊക്കെ കാണാൻ പോണല്ലോ. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്, പിണറായി വിജയൻ 1-2 സർക്കാരുകളുടെ കാലത്ത് ഒരുപാട് ഗവൺമെന്റ് പ്ലീഡർമാരും AGയും DGPയും ADGPയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നിർണായകമായ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകൾ സർക്കാരിന് വേണ്ടി വാദിക്കാൻ ഡൽഹിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ദിവസം ഫീസ് കൊടുത്ത് ഇവിടെ ആളെ കൊണ്ടുവന്നു. അത് TP കേസിലായാലും ലാവലിൻ കേസിലായാലും, അതുപോലെ ലാവലിൻ കേസ് CBIക്ക് വിടുന്നതിനെതിരായിട്ടുള്ളതായാലും, TP ചന്ദ്രശേഖരൻ കേസിലായാലും, അരിയൽ ഷുക്കൂർ കേസ് CBIക്ക് വിടുന്നതായാലും, അല്ലെങ്കിൽ ഷൊഹൈബ് കേസിന് ഏത് കേസിലായാലും ലക്ഷക്കണക്കിന് രൂപ സർക്കാർ പണം മുടക്കി സുപ്രീം കോടതി നമ്മൾ കൊണ്ടുവരേണ്ടി വന്നു. നല്ല പ്ലീഡർമാരാണ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇത് ഭരണഘടനാ വിഷയമൊന്നുമല്ലല്ലോ. ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ചൊരു വിഷയത്തിലല്ലല്ലോ സുപ്രീം കോടതിയിൽ നിന്ന് കൊണ്ടുവരുന്നത്, ഒരു ക്രിമിനൽ കേസിന്. അങ്ങനെ ഒരു ക്രിമിനൽ കേസ് വാദിക്കാൻ ഇവിടെ ഒരാൾക്ക് വന്നുകൂടെ? അതൊരു ചോദ്യം. അത് വരാം. പക്ഷെ അത് സതീശന്റെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാവരുതെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ ശേഷിയുള്ളവരെ വയ്ക്കൂ. ഇനി മൂന്നാമത്തെ കാര്യം, നിയമിക്കുന്നവരുടെ രാഷ്ട്രീയമാണ്. നിയമിക്കുന്നവരുടെ രാഷ്ട്രീയം സംബന്ധിച്ചും എനിക്കൊരു നിലപാടുണ്ട്. രാഷ്ട്രീയം അതാണല്ലോ ഗവൺമെന്റ് നിയമനം. ഇവിടെ വന്ന വിവാദം എന്താ? ഒന്ന്, ഇയാൾ ABVP കാരനായിരുന്നു മുമ്പ്, ഒരാൾ SFI കാരനോ SFI കാരി എന്തോ ആയിരുന്നു എന്നാണ്. അതിന് സതീശൻ പറഞ്ഞ മറുപടി വളരെ ലളിതമാണ്. ആയിരുന്നു എന്നാണ്, ഇപ്പൊ ആണെന്നല്ലല്ലോ. തീർച്ചയായും ABVP കാരനായിരുന്ന ആൾ മാറിയിട്ടുണ്ടെങ്കിൽ, ലോയേഴ്സ് കോൺഗ്രസ് പറയുന്നത് 2019 മുതൽ അയാൾ ലോയേഴ്സ് കോൺഗ്രസിലുണ്ട്, 2022 മുതലും ഉണ്ടെന്നാണ്. ഞാനൊരു വളരെ ലളിതമായൊരു കാര്യം ചോദിക്കട്ടെ. 2024-25 വരെ BJPയുടെ വക്താവായിരുന്ന സന്ദീപ് വാര്യർ ഇപ്പോൾ തൃക്കരിപ്പൂർ MLA ആണ്. അയാൾ പരസ്യമായി പറഞ്ഞു, ഞാൻ BJP വിടുന്നു. ആൾക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? എന്നിട്ട് 2026 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ CPM-ൽ ഉണ്ടായിരുന്ന 3 പേർ ഇപ്പോൾ MLA-മാരാണ്, UDF MLA-മാരാണ്. കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനും G. സുധാകരൻ. അതിനിപ്പോ നമുക്ക് വല്ല ടെൻഷനുണ്ട്? MLA-മാരാവുക എന്നുള്ളത് എന്തായാലും പ്ലീഡർ ആവുന്നേക്കാൾ പ്രധാനമല്ലേ? അത് അവരുടെ രാഷ്ട്രീയ ചോയ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ 2019 മുതൽ ലോയേഴ്സ് കോൺഗ്രസിലുള്ള ആളെ നിയമിച്ചു, അത് വയ്ക്കാം. ഇനി എങ്ങനെയാണ് ഇത് നിയമനം നടന്നത്? അത് സതീശൻ പറയുന്നത്, ഒരു കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സബ് കമ്മിറ്റി ഉണ്ട്. ആ സബ് കമ്മിറ്റിയിൽ ഈ പലരുടെ അഭിപ്രായങ്ങൾ വരും. ലോയേഴ്സ് കോൺഗ്രസിന്റെ അഭിപ്രായങ്ങൾ വരും, MP-യുടെ അഭിപ്രായങ്ങൾ വരും. ഇപ്പൊ വിവാദമായ ഒരു നിയമനത്തെ സംബന്ധിച്ച് നമ്മുടെ ഡീൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞാലോ, ഞാനാണ് അവരെ നിയമിക്കണമെന്ന് പറഞ്ഞു. ഇനിപ്പെന്താ? ഒരാൾ പറയും, അങ്ങനെ പലരും പറയുന്നതെന്ന് ഒരു സെലക്ഷൻ കമ്മിറ്റി അവസാന അന്തിമ തീരുമാനം എടുക്കും. ഇവിടെ അലോഷ്യസിന് പറ്റിയൊരു പ്രശ്നം, അലോഷ്യസ് പറഞ്ഞ രീതി ശരിയായില്ല എന്നാണ് ഞാനിപ്പോഴും പറയുന്നത്. അലോഷ്യസിന് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയാവുന്ന ഒരു വേദിയുണ്ട്, അല്ലെങ്കിൽ ആളുകളുണ്ട്. അത് KPC പ്രസിഡന്റിനോട് പറയാം, മുഖ്യമന്ത്രിയോട് പറയാം, മുന്നണി കൺവീനറോട് പറയാം, അവരോട് ആരോടെങ്കിലുമൊക്കെ പറയാം. ആ അർത്ഥത്തിൽ അവർക്ക് അത് സോൾവ് ചെയ്യായിരുന്നു. അതിങ്ങനെ പരസ്യമായി പറയുന്നതോടുകൂടി അതിൽ വിവാദത്തിന്റെ അംശം വന്നു. മാത്രമല്ല, അലോഷ്യസിനെ പിന്തുണച്ചും എതിർത്തും വന്ന ആളുകൾ തമ്മിലുള്ളൊരു ചേരിതിരിവ്, ആ ചേരിതിരിവ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പിസത്തിന്റെ രൂപത്തിലേക്ക് അത് വന്നു എന്ന് ഇപ്പോൾ BR അനൂപാണെങ്കിലും
ഇതൊക്കെ തന്നെയാണെങ്കിലും അത് ഏതാണ്ട് ഒരു KCയെ പിന്തുണയ്ക്കുന്ന ആളുകൾ, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റേ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് എന്തൊക്കെ അടിപിടിയാണ് കോൺഗ്രസിൽ ഉണ്ടായതെന്ന്. അത് ഉണ്ടായി, നമ്മൾ കണ്ടതാണ്. 4-5 ദിവസം അത് മാത്രമായിരുന്നു നമ്മുടെ ചാനലുകളുടെ ഇത്. അതിനുശേഷം മുഖ്യമന്ത്രി ആയപ്പോൾ 10 ദിവസം നീണ്ടു 10-15 ദിവസം നീണ്ടു പോയി അല്ലേ ആരാ മുഖ്യമന്ത്രി എന്നുള്ളത്. അത് കോൺഗ്രസിൽ ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ അലോഷ്യസ് സേവ്യറിന് പറയാനുള്ള അവകാശമുണ്ട് എന്ന് സുധീരൻ പറഞ്ഞ് ശരിയാണ്. പക്ഷെ എവിടെ പറയണം എന്നതും എങ്ങനെ പറയണം എന്നതും പ്രശ്നമാണ്. അതാണ് മുരളീധരനും അനിൽകുമാറും ഒക്കെ പറയുന്നത്. അതൊരു ഭാഗം. അതിന്റെ മറുവശം, അലോഷ്യസ് സേവ്യറിനോട് മുഖ്യമന്ത്രി എടുത്ത നിലപാട് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ലാന്ന് പറയും. കാരണം എന്താ, മുഖ്യമന്ത്രി ഓൾ ഇൻക്ലൂസീവ് ആണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എല്ലാവരെയും കാണും, എല്ലാവരുടെ അഭിപ്രായം കേൾക്കും, പക്ഷെ സ്വന്തം നിലപാടുണ്ട്. അത് ശരിയാണ്, എല്ലാവരുടെ അഭിപ്രായം കേൾക്കണം. ഇപ്പൊ ഈ കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന്, സംഘടനാ നേതൃത്വത്തിൽ നിന്ന് ഒരു അഭിപ്രായം വന്നിട്ടില്ല. മന്ത്രിസഭയിൽ വേറൊരു അഭിപ്രായം വന്നിട്ടില്ല. കാരണം എന്താ, മന്ത്രിസഭ ചേർന്നിട്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്, പാർട്ടി ചേർന്നിട്ടാണ് ലിസ്റ്റ് കൊടുത്തത്. പാർട്ടിയിൽ KSUവിന് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുക എന്നുള്ളത് വേറൊരു വിഷയം. പാർട്ടി അഭിപ്രായത്തിൽ KSUവിന് അഭിപ്രായമുണ്ടോ? അപ്പൊ അവിടെ ഈ കോൺഗ്രസിന് ഇപ്പൊ നേരിടുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. എല്ലാ കാലത്തും കോൺഗ്രസിൽ ഗ്രൂപ്പല്ല കോൺഗ്രസിന്റെ പ്രതിസന്ധി. കോൺഗ്രസിന് ഇപ്പൊ കേരളത്തിൽ ലീഡർഷിപ്പ് ഇല്ല, ഒരു ഫുൾ ടൈം KPCC പ്രസിഡന്റ് ഇല്ല, ഒരു ലൈസൺ കമ്മിറ്റി ഇല്ല. അങ്ങനെ ഒരു കമ്മിറ്റി ഏത് മുന്നണി മന്ത്രിസഭയ്ക്കും ആവശ്യമാണ്. ഒരു പാർട്ടിയിലെ മന്ത്രിമാരെ കാര്യം തീരുമാനിക്കാൻ ആ പാർട്ടിക്ക് ഒരു എന്താ പറയുക, ഡിസ്പ്യൂട്ട് റിഡ്രസൽ എന്ന് പറയുന്നത് തർക്കപരിഹാര സംവിധാനം. ഒരു തർക്കപരിഹാര സംവിധാനം ഇല്ല. ആരോടാ പറയണ്ടേ, ആരാ കേൾക്കണ്ടേ, അങ്ങനെ ഒരു സംവിധാനമില്ല. അത് കോൺഗ്രസിന് പ്രതിസന്ധി തന്നെയാണ്. അത് കോൺഗ്രസ് പരിഹരിക്കുകയും വേണം. ഇപ്പൊ ചിലർ ചോദിച്ചു, പിണറായി വിജയൻ ഭരിക്കുമ്പോൾ SFIക്കാർ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ അവൻ ബാക്കി ഉണ്ടാവുമെന്ന് സംശയം. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല. അതല്ല കോൺഗ്രസില്, ഞാൻ അതും പറയുന്നില്ല. പക്ഷെ ഇത് ലീഡ് ചെയ്യുന്നത് സതീശനെതിരായ ഒരു ഗ്രൂപ്പിംഗ് വരുന്നുവെന്നും സതീശന് അനുകൂലമായി, ഇപ്പൊ KSUവിന്റെ തന്നെ പ്രസിഡന്റ് ഒന്ന് പറഞ്ഞു, ജനറൽ സെക്രട്ടറി വേറെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും വരാൻ പാടില്ല. ആ സംഘടനയ്ക്ക് ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അപ്പോ KSUവിന്റെ പ്രസിഡന്റ് പറഞ്ഞതാണോ ജനറൽ സെക്രട്ടറി പറഞ്ഞതാണോ KSUവിന്റെ അഭിപ്രായം? അതോ രണ്ടുപേരുടെ അഭിപ്രായമാണോ? അത് നമുക്കറിയില്ല. 2 വ്യക്തികളുടെ അഭിപ്രായമാണോ അലോഷ്യസിന്? എന്തായാലും അലോഷ്യസ് സേവ്യർ തന്റെ നിലപാടിൽ മയപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് പറയേണ്ട രീതിയിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ഇത്ര ധാർഷ്ട്യം മുഖ്യമന്ത്രി കാണിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് വളരെ സ്ട്രോങ് ആവാം, പക്ഷേ അത് കുറേയും കൂടി മയപ്പെടുത്തുക എന്ന് പറഞ്ഞത് അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമല്ല, സംസാരിക്കുന്ന രീതിയിലാണ്. നമ്മളിപ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കുറിച്ച് അങ്ങനെ ചില പരാതികൾ പറയുന്നത്, കഴിഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്ര വെറുക്കപ്പെട്ടവനായത് എന്ന് ഓർമ്മയുണ്ടാവില്ല ഈ മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ പോലും അവരോട് സമരസപ്പെട്ട് നന്നായി സംസാരിക്കുക, അഭിപ്രായം കൃത്യമായി പറയുക, ഇതാണ് എൻ്റെ നിലപാട്, നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ആലോചനാ സംവിധാനം കോൺഗ്രസിൽ ഉണ്ടാവണം. അത് ജനാധിപത്യമാണെങ്കിൽ, ജനാധിപത്യം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ജനാധിപത്യപരമായി തന്നെ കാണണം. കാരണം ഓൾ ഇൻക്ലൂസീവ് ആണ് ജനാധിപത്യം, അതിലേക്ക് കാണണം. അതില്ലെങ്കിൽ ഇത് ദോഷകരമാണ്.